Hello, my dear students. KTU BTech S1 സ്റ്റുഡൻസിനുള്ള ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ ആണ് കേട്ടോ ഇന്നത്തേത്. ഇത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. S1 എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ. അപ്പൊ നമുക്ക് ജനുവരിയിലാണ് പരീക്ഷ എന്നുള്ളത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ടൈം ടേബിളും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് എങ്ങനെ നമ്മുടെ സബ്ജക്ട്സ് പഠിച്ചു തീർക്കാം എന്ന് എല്ലാവരും ഒരു ടെൻഷനിലായിരിക്കും. അപ്പൊ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള ഒരു സൂപ്പർ സ്റ്റഡി പ്ലാൻ ഞാൻ ഇന്ന് പറഞ്ഞു തരാം. ഇന്ന് മുതൽ അതായത് ഡിസംബർ 15th മുതൽക്ക് നിങ്ങൾക്ക് ഒരു ജനുവരി 4th വരെ എങ്ങനെ പഠിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു നല്ലൊരു ഐഡിയ ആണ്. എല്ലാവർക്കും ഫോളോ ചെയ്യാനും പറ്റും. അപ്പോ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. വീഡിയോയുടെ എൻഡില് നമ്മൾ എങ്ങനെ ഇത് പഠിക്കണമെന്നും അതേപോലെ തന്നെ അതിന് വേണ്ട ഒരു അസിസ്റ്റൻസിനെ കുറിച്ചുള്ള ഒരു കാര്യം കൂടെ നമ്മൾ പറയുന്നതായിരിക്കും. സോ വീഡിയോ ഫുൾ ആയിട്ട് കാണാം. ആദ്യം നമുക്ക് നമ്മുടെ ടൈം ടേബിൾ ഒന്ന് നോക്കാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ടൈം ടേബിൾ. ജാനുവരി 5th നമ്മുടെ എക്സാം തുടങ്ങുന്നത് അല്ലെ. ജാനുവരി 5th ഫസ്റ്റ് നമുക്ക് വരുന്ന ഏതാണ്? S1 മാത്സ്, അതായത് ലീനിയർ ആൾജിബ്ര ആൻഡ് കാൽക്കുലസ് ആണ് 5ാം തീയതി. അതിനുശേഷം 6th നും 7th നും 8th നും എക്സാം ഇല്ല. 9th നമ്മൾ സ്ലോട്ട് ബിയിൽ വരുന്ന ഒന്നില്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഫിസിക്സ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കെമിസ്ട്രി. ഓക്കെ, 9th ആ സ്ലോട്ട് ബിയിൽ വരുന്ന സബ്ജക്ട് വരുന്ന. അതിനുശേഷം 10, 11 കഴിഞ്ഞ 2 ദിവസത്തെ ഗ്യാപ്പിലാണ് നമുക്ക് 12th സ്ലോട്ട് സിയിലുള്ള എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് വരുന്നത്. അതിനുശേഷം 13, 14, 15, 16 4 ഡേയ്സിന്റെ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് നമുക്ക് സ്ലോട്ട് ഡിയിലുള്ള ബേസിക്സ് ഓഫ് സിവിൽ ആൻഡ് മെക്കാനിക്കലും ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സും വരുന്നത് 17th. അതിനുശേഷം 18, 19, 20, 21 4 ദിവസത്തെ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ലൈഫ് സ്കിൽ വരുന്നത്, സ്ലോട്ട് ഇയിലുള്ള ലൈഫ് സ്കിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഓവറോൾ ആയിട്ട് നമ്മൾ നോക്കൂ, ലൈഫ് സ്കിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കിട്ടുന്ന ഒരു ദിവസം, അതായത് 17ാം തീയതി എക്സാം കഴിഞ്ഞിട്ടുള്ള സമയം കൊണ്ട് പഠിച്ചാലും നമുക്ക് ലൈഫ് സ്കില്ല് പഠിച്ചെടുക്കാം. അപ്പൊ അതിന് മുന്നേ അത് പഠിക്കണം എന്ന് വലിയ നിർബന്ധമില്ല അല്ലെ, കാരണം നമുക്ക് 4 ദിവസത്തെ ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 12th കഴിഞ്ഞ് 13, 14, 15, 16 4 ദിവസം നമുക്ക് എന്തുണ്ട്? ഗ്യാപ്പ് ഉണ്ട്. ബേസിക്സ് ഓഫ് സിവിൽ ആൻഡ് മെക്കാനിക്കലും ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സും. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് റിവിഷൻ ചെയ്യാൻ, അതായത് ഇപ്പൊ ബേസിക്സ് ഓഫ് സിവിൽ ആൻഡ് മെക്കാനിക്കൽ എഴുതുന്നവർക്കാണെങ്കിൽ സിവിൽ ഒരു 2 ദിവസം റിവിഷൻ ചെയ്യാനും മെക്കാനിക്കൽ ഒരു 2 ദിവസം റിവിഷൻ ചെയ്യാനും ടൈം ഉണ്ട്. ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഴുതുന്നവർക്കാണെങ്കിൽ ഇലക്ട്രിക്കലിന്റെ ആ ഒരു 3 മോഡ്യൂൾ ഒന്ന് റിവൈസ് ചെയ്യാനും, അതേപോലെ ഇലക്ട്രോണിക്സ് പിന്നെ വരുന്ന ഒരു 2 ദിവസം റിവിഷൻ ചെയ്യാൻ. അങ്ങനെ ആ 4 ദിവസം നമുക്ക് റിവിഷന് വേണ്ടി നമുക്കൊന്ന് മാറ്റി വെക്കാം. അതായത് 13, 14, 15, 16 ദിവസങ്ങൾ നമുക്ക് ഈ സ്ലോട്ട് ഡിയിലുള്ള, കാരണം അത് നമുക്ക് 6 മോഡ്യൂൾസും വരുന്നുണ്ട്, കാരണം 2 സബ്ജക്ട് വരുന്നതല്ലേ. അപ്പൊ അത് പഠിക്കാൻ നമുക്ക് റിവിഷൻ ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ. ഇനി 12th വരുന്ന എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ഗ്രാഫിക്സ് നോക്കൂ. 9 കഴിഞ്ഞ് 10, 11 2 ദിവസമേ വരുന്നുള്ളൂ. മെക്കാനിക്സും ഗ്രാഫിക്സും നമുക്കറിയാം 2 സബ്ജക്ട് ആണെങ്കിലും, മെക്കാനിക്സ് ആണെങ്കിൽ പ്രോബ്ലംസ് വരും, ഗ്രാഫിക്സ് ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പഠിക്കണം, പഠിച്ച് റിവൈസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. സപ്ലൈയിലേക്ക് പോവാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളത് മുന്നേ പഠിച്ചു വെക്കണം. എക്സാമിന് തലേ ദിവസം ഒന്നും നോക്കിയിട്ട് മെക്കാനിക്സോ ഗ്രാഫിക്സോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചു വെക്കുക തന്നെ വേണം. പിന്നെ 5th കഴിഞ്ഞിട്ട് 6, 7, 8 നമുക്ക് 3 ദിവസം എഞ്ചിനീയറിംഗ് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി പഠിക്കാനുണ്ട്. അപ്പൊ അത് നമ്മൾ കുറച്ചുകൂടി നേരത്തെ പഠിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ടൊന്ന് റിവൈസും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോ അത്രയാണ് കാര്യങ്ങളുള്ളത്. ലീനിയർ ആൾജിബ്ര ആൻഡ് കാൽക്കുലസ് ആണ് ആദ്യത്തെ പരീക്ഷ, മാത്സ് എക്സാം. അപ്പൊ നമുക്ക് എങ്ങനെ പഠിക്കാം, നമ്മുടെ സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, സോ ഹിയർ ഇറ്റ് ഈസ്. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്ത് നിങ്ങളുടെ മൊബൈലിലോ എവിടെ വേണമെങ്കിലും എടുത്ത് വെക്കാം, അല്ലെങ്കിൽ ഒന്ന് എഴുതി വെക്കാം, പ്രിന്റ് എടുത്ത് വെക്കാം. ഡിസംബർ 15th മുതൽക്ക് ജനുവരി 4th വരെയുള്ള കാര്യമാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ ജനുവരി 5th എക്സാം തുടങ്ങി കഴിഞ്ഞാൽ എങ്ങനെ പഠിക്കണം എന്നുള്ളത് ഞാൻ ഓൾറെഡി ടൈം ടേബിൾ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു. ഡിസംബർ 15th അതായത് ഇപ്പൊ ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്ന ഇന്ന് ഡിസംബർ 15th ആണ്. അപ്പൊ നിങ്ങൾക്ക് കുറെ പേർക്ക് കോളേജിൽ ഇപ്പൊ ക്രിസ്മസിനോടനുബന്ധിച്ച് നിങ്ങൾക്ക് സ്റ്റഡി ലീവ് ഉണ്ടാവും. അത് ഒരു 22, 23 ആ ഒരു സമയത്തൊക്കെ ആയിരിക്കും. പക്ഷെ എന്നാലും അതിന് മുന്നേ നമുക്ക് ഉള്ള സമയം, നിങ്ങൾക്ക് വല്ല എക്സാമോ സീരീസ് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും, ക്ലാസ് ഒക്കെ ഉണ്ടെങ്കിലും, റിവിഷൻ ക്ലാസ് ആയിട്ടോ സ്പെഷ്യൽ ക്ലാസ് ആയിട്ടോ ഒക്കെ ഉണ്ടെങ്കിലും ഈവനിങ് പോയി കുറച്ച് സമയം നമ്മൾ ഈ സ്റ്റഡി പ്ലാൻ വെച്ച് പഠിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കാം. ഓക്കെ, അതിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞാൻ എങ്ങനെ ഇട്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിങ്ങോട്ട് നമ്മൾ തിരിച്ചാണ് നോക്കുന്നത്. ജനുവരി 5th നമുക്ക് എക്സാം ആണ് അല്ലെ, മാത്സ് എക്സാം ആണ്. അപ്പൊ ജനുവരി 3ഉം 4ഉം എന്ത് ചെയ്തു? അത് റിവൈസ് ചെയ്യാനായിട്ട് വെച്ചു, മാത്സ് എക്സാം റിവിഷന് വേണ്ടി വെച്ചു. ജനുവരി 2, 1
ഡിസംബർ 31, ഡിസംബർ 30, ഡിസംബർ 29. ഇത്ര ദിവസങ്ങൾ 6 ദിവസം ലീനിയർ ആൾജിബ്ര ആൻഡ് കാൽക്കുലസിന്റെ ഓരോ ദിവസം ഓരോ മോഡ്യൂൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പൊ സി ഹിയർ ഡിസംബർ 29 മുതൽ 29, 30, 31 പിന്നെ ജനുവരി 1, ജനുവരി 2 ഓരോ ദിവസം ഓരോ മോഡ്യൂൾ വെച്ച് പഠിച്ചാൽ മതി. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഡിസംബർ 26, 27, 28 എന്തായാലും ആ സമയത്ത് നമ്മൾ ഫ്രീ ആയിരിക്കും. ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് ഉള്ള ഒരു സമയമാണ്. പഠിക്കാൻ നല്ല അടിപൊളിയായിട്ട് നമ്മൾ റെഡി ആയിട്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിക്ക് 3 ദിവസമേ വെച്ചിട്ടുള്ളൂ. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി നമുക്ക് പഠിക്കാൻ 5-ാം തീയതി പരീക്ഷ കഴിഞ്ഞ് ടൈമും ഉണ്ട് അല്ലെ. അപ്പോ പിന്നെ അതായത് വലിയ കുഴപ്പമില്ലാത്ത സബ്ജക്ട്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താ മതി, 3 ദിവസം മതി. ആ 3 ദിവസം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ഫിസിക്സും കെമിസ്ട്രിയും നമ്മൾ പഠിക്കണം. അപ്പൊ ഫിസിക്സും കെമിസ്ട്രിയും നമ്മൾ 5 മോഡ്യൂളാണല്ലേ ഉള്ളത്. ഫിസിക്സ് ആണെങ്കിലും 5 മോഡ്യൂൾ, കെമിസ്ട്രി ആണെങ്കിലും 5 മോഡ്യൂൾ. അതില് നിങ്ങൾക്ക് ഏതെങ്കിലും മോഡ്യൂൾസ് കുറച്ച് ടഫ് ആണെങ്കിൽ, ഇപ്പൊ ഫിസിക്സിൽ ചിലപ്പോൾ നമുക്ക് ഏതെങ്കിലും മോഡ്യൂൾസ് ഒക്കെ കുറച്ച് 3rd മോഡ്യൂൾ ഒക്കെ എനിക്ക് തോന്നുന്നു കുറച്ച് പേർക്ക് പഠിക്കാൻ ടഫ് ആയിരിക്കും. അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് കൂടുതൽ സമയം എടുക്കണം. അപ്പൊ ഞാനിപ്പോ ഇട്ടിരിക്കുന്നത് 1ഉം 2ഉം ഫസ്റ്റ് ഡിസംബർ 26 പഠിക്കാം, 3rd മോഡ്യൂൾ ഡിസംബർ 27 പഠിക്കാം, ഡിസംബർ 28 4th 5th മോഡ്യൂൾ പഠിക്കാം. മതി, 3 ദിവസം പഠിച്ചു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല. അതിനുശേഷം 5-ാം തീയതി പരീക്ഷ കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ടൈം ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അതിന് 3 ദിവസം മാത്രം വെച്ചത്. ക്ലിയർ? ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് ഡിസംബർ 25, 24, 23, 22, 21 5 ദിവസം ഞാൻ മാറ്റി വെച്ചിരിക്കുന്നത് മെക്കാനിക്സ് അല്ലെങ്കിൽ ഗ്രാഫിക്സിന് വേണ്ടിയാണ്. അപ്പൊ ഒരു കാര്യം കൂടെ നോക്കാം, ചിലപ്പോ ഇതിനകത്ത് ഈ ലാസ്റ്റ് ദിവസങ്ങൾ അതായത് ഡിസംബർ 21, 22 ആ സമയത്തൊക്കെ ചിലപ്പോ കോളേജിൽ ചിലപ്പോൾ ക്രിസ്മസ് സെലിബ്രേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അതിനുശേഷം ചിലപ്പോൾ നമുക്ക് ലീവ് തുടങ്ങും. അപ്പോ ഓരോ ദിവസം ഞാൻ ഓരോ മോഡ്യൂൾ വെച്ച് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ദിവസം പഠിക്കാൻ പറ്റിയില്ലെങ്കിലും എന്ത് ചെയ്തോളണം, ബാക്കിയുള്ള ദിവസം വെച്ച് അതിനെ അങ്ങ് കോമ്പൻസേറ്റ് ചെയ്തോളണം. ഓക്കെ, ചിലപ്പോ ക്രിസ്മസ് വെക്കേഷൻ വേണ്ടി അല്ലെങ്കിൽ സ്റ്റഡി ലീവിന് വേണ്ടി കോളേജിൽ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ വെക്കേറ്റ് ചെയ്ത് വീട്ടിലേക്ക് വരണം. അപ്പൊ ഈ ദിവസങ്ങളിൽ പഠിക്കാൻ പറ്റില്ലല്ലോ, ഈ സ്റ്റഡി പ്ലാൻ വെച്ച് എന്ത് ചെയ്യും? നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾക്ക് ഇതിനകത്ത് ഏതെങ്കിലും ദിവസം പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് എവിടെ വെച്ച് കോമ്പൻസേറ്റ് ചെയ്യണം? ഡിസംബർ 23, 24 ഒക്കെ എന്തായാലും ലീവ് ആയിരിക്കും അല്ലെ. അപ്പൊ ആ ദിവസങ്ങൾ കോമ്പൻസേറ്റ് ചെയ്യാം. ഡിസംബർ 25th ക്രിസ്മസ് ആണെന്ന് അറിയാം. അപ്പൊ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാം. കുറച്ച് സമയമെങ്കിലും നമ്മൾ പഠിക്കാൻ മാറ്റി വെക്കുക. ഈ പ്ലാൻ വെച്ച് ഞാൻ ഓരോ ദിവസം ഓരോ മോഡ്യൂളാണ് ഇട്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് ഒരു മോഡ്യൂൾ പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് മറ്റൊരു ദിവസം വെച്ച് എന്ത് ചെയ്യണം, അതങ്ങ് കോമ്പൻസേറ്റ് ചെയ്ത് പോകണം. എന്തായാലും ഡിസംബർ 25-ാം തീയതി ക്രിസ്മസ് ആകുമ്പോഴത്തേക്കും മെക്കാനിക്സും ഗ്രാഫിക്സും നമ്മൾ ഒരു വിധം എങ്കിലും ഒന്ന് സെറ്റ് ആക്കി വെക്കാം. റെഡി? ഇനി അവിടുന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഡിസംബർ 15 ഡിസംബർ 20 വരെയുള്ള ദിവസം. അപ്പൊ ഈ ദിവസങ്ങളില് നമ്മുടെ സിവിൽ ആൻഡ് മെക്കോർ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആണ് ഞാൻ വെച്ചിരിക്കുന്നത്. നമുക്ക് അതിനകത്ത് 6 മോഡ്യൂൾ ഉണ്ട് അല്ലെ. ഓരോ സബ്ജക്റ്റിനും 3 മോഡ്യൂൾ വെച്ച് നമുക്ക് 6 മോഡ്യൂൾ ഉണ്ട്. അപ്പൊ ഞാൻ അതിനാണ് ഈ 6 ദിവസം ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഇടയിലും ചിലപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ സീരിയൽ എക്സാം അല്ലെങ്കിൽ എക്സാംസോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, കോളേജ് ഉണ്ടാവും. എന്നാലും വൈകിട്ട് കുറച്ച് സമയം നമുക്ക് ഇതിനു വേണ്ടി ഒന്ന് മാറ്റി വെക്കാൻ പറ്റുവാണെങ്കിൽ അത് അത്രയും നല്ലത്. ഇനി എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ തന്നെ പഠിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് കോമ്പൻസേറ്റ് ചെയ്ത് വിടാം. എന്തായാലും ഈ ഒരു സമയത്ത് അതായത് ഡിസംബർ 15 മുതൽ ഡിസംബർ ഒരു 23 വരെയുള്ള സമയത്തായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ ഓരോരുത്തരുടെയും കോളേജിലെ അല്ലെങ്കിൽ പേഴ്സണൽ കാര്യങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസം വന്നാലും ഡിസംബർ 25 വരെ നിങ്ങൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മാത്രം വെക്കുക. ഡിസംബർ 26-ാം തീയതി മുതൽ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള സമയം എല്ലാവർക്കും സെയിം ആയിരിക്കും. കാരണം ആ സമയത്ത് എന്തായാലും നിങ്ങൾക്ക് ക്ലാസ്സുകൾ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എക്സാമിന്റെ ഒരു ചൂടും നമുക്ക് തുടങ്ങിയിട്ടുണ്ടാവും. പക്ഷെ ആ സമയം നമ്മൾ എന്ത് ചെയ്യാം, ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ പലരും അത് വലിയ കുഴപ്പമൊന്നുമില്ല നമുക്ക് എഴുതി പോവാന്ന് വിചാരിക്കും. പക്ഷെ നമ്മള് ഒരുപാട് ബിടെക് സ്റ്റുഡൻസിന് ട്യൂഷൻ കൊടുക്കുന്നതുകൊണ്ട് നമുക്കറിയാം ഇപ്പോഴും ഫിസിക്സും കെമിസ്ട്രിയും സപ്ലി ഉള്ളവരുണ്ട്. കാരണം വൃത്തിയായിട്ട് പഠിക്കാത്തതുകൊണ്ടാണ്. ഫിസിക്സ് അല്ലേ കെമിസ്ട്രി അല്ലേ തലേ ദിവസം പഠിച്ച് എന്തെങ്കിലും പോയി എഴുതാം എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. അത് നമ്മൾ കൃത്യമായിട്ട് പഠിക്കുക തന്നെ വേണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ 26, 27, 28 3 ദിവസം കൊണ്ട് 5 മോഡ്യൂൾ പഠിക്കുക. മാത്സിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല.
ഓരോ ദിവസം ഓരോ മോഡ്യൂൾ വെച്ച് തന്നെ പഠിക്കണം. കാരണം ഒരുപാട് പേർക്ക് സപ്ലി വരുന്ന ഒരു സംഭവമാണ് ഈ S1 മാത്സ് എന്ന് പറയുന്നത്. വൃത്തിക്ക് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എക്സാം മര്യാദയ്ക്ക് എഴുതാൻ പറ്റില്ല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ കളക്ട് ചെയ്തിട്ട് എങ്ങനെ ക്വസ്റ്റ്യൻ വരും എന്നുള്ളത് നോക്കി മനസ്സിലാക്കി വേണം പഠിക്കാൻ. ഇപ്പൊ സീരീസ് എക്സാംസിനൊക്കെ പഠിച്ച് അത്യാവശ്യം പഠിച്ചെഴുതുന്നവർക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. അതിനൊന്നും കുറച്ച് ഉഴപ്പിയൊക്കെ നടക്കുന്നവർ കൂടെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് നിങ്ങളുടെ ഫസ്റ്റ് യൂണിവേഴ്സിറ്റി എക്സാം ആണ്. ഇതുവരെ നമ്മൾ എഴുതിയ പരീക്ഷ പോലെയല്ല. അതെങ്ങനെയാണ് പരീക്ഷ എന്നുള്ളത് കൃത്യമായി അറിഞ്ഞിട്ട് വേണം. അപ്പൊ മാത്സിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. ഒരു ദിവസം ഒരു മോഡ്യൂളിന് വേണ്ടി തന്നെ നമ്മൾ ഇരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റഡി പ്ലാൻ ഇട്ടിട്ടുള്ളത്. ഓക്കെ, പിന്നെ മാത്സ് പഠിച്ചു പോയാൽ മാത്രം പോരാ, റിവിഷൻ ചെയ്യണം. നിർബന്ധമായിട്ടും റിവിഷൻ ചെയ്യണം. ജനുവരി 3rd ഉം 4th ഉം നമ്മൾ വെച്ചിരിക്കുന്ന ആ റിവിഷന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അത് നമ്മൾ പഠിച്ച് അത് തന്നെ പ്രോബ്ലംസ് ചെയ്ത് നോക്കണം. നമ്മളിപ്പം പല രീതിയിൽ പഠിക്കുന്നവരുണ്ട്. നോട്ട് വെച്ച് പഠിക്കും, വീഡിയോസ് കണ്ടു പഠിക്കും, റെക്കോർഡഡ് ക്ലാസ് കണ്ടുപിടിക്കും. അത് കാണുമ്പോഴും കേൾക്കുമ്പോഴും നമുക്ക് തോന്നും ഇതെല്ലാം മനസ്സിലായി എന്നുള്ളത്. പക്ഷെ മാത്സ് നമ്മൾ പ്രോബ്ലം നമ്മൾ പേപ്പറിൽ എഴുതി തന്നെ ചെയ്ത് പഠിച്ചിട്ടില്ലെങ്കിൽ എക്സാം ഹാളിൽ പോകുമ്പോൾ നമ്മളെല്ലാം മറന്നു പോകും. അപ്പൊ തന്നെ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിവിഷന് വേണ്ടി 2 ദിവസം വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു സ്റ്റഡി പ്ലാൻ ഒരുവിധം എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഞാൻ വിചാരിക്കുന്നു. അതിന്റെ ഇടയ്ക്ക് ഇപ്പൊ കോളേജിൽ എക്സാംസും കാര്യങ്ങളൊക്കെ വരുമ്പോഴായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ട്വിസ്റ്റ് വരാം. അപ്പൊ അത് നിങ്ങളുടെ ഒരു പേഴ്സണൽ കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങൾക്ക് കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ഷെഡ്യൂളിൽ മാറ്റം വരുത്താം. അല്ലെങ്കിൽ ഇത് ഫോളോ ചെയ്ത് പോവാം. പിന്നെ ഇതിൽ ഓരോരുത്തരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ്, ഇപ്പൊ ചിലർക്ക് ചില സബ്ജക്ട് വലിയ കുഴപ്പമില്ല, അത് പഠിക്കാം എന്ന് തോന്നും. ബാക്കിയുള്ള സബ്ജക്റ്റിനായിരിക്കും കുറച്ച് കൂടുതൽ സമയം വേണം തോന്നുക. അപ്പൊ അതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. എന്നാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്ത് പോകാൻ പറ്റുകയാണെങ്കിൽ എല്ലാ സബ്ജക്റ്റും എല്ലാ മോഡ്യൂൾസും നമ്മൾ ടച്ച് ചെയ്തിട്ട് എക്സാമിന് മുന്നേ തന്നെ പ്രിപ്പയർഡ് ആയിരിക്കും. ഫസ്റ്റത്തെ മാത്സ് എക്സാം കഴിഞ്ഞ് നമുക്ക് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി പഠിക്കാനും റിവൈസ് ചെയ്യാനും ടൈം ഉണ്ട്. അതിനുശേഷം നമുക്ക് മെക്കാനിക്സിനും ഗ്രാഫിക്സിനും നമുക്കൊന്ന് റിവിഷൻ ചെയ്യാൻ ടൈം ഉണ്ട്. അതേപോലെ പിന്നെ വരുന്ന എക്സാം സിവിൽ ആൻഡ് മെക്ക്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിനും റിവിഷൻ ചെയ്യാനുള്ള ടൈമിൽ റിവിഷൻ ചെയ്ത് എക്സാം നന്നായിട്ട് എഴുതുക. ഓക്കെ, അപ്പൊ ഇനി ഈ സ്റ്റഡി പ്ലാനിൽ എന്തെങ്കിലും ചേഞ്ചസ് നിങ്ങൾക്ക് വേണം, അല്ലെങ്കിൽ ഇനി സ്റ്റഡി പ്ലാനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് പോവാട്ടോ. അതിനനുസരിച്ച് നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇനി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ ഈ ഒരു എക്സാമിന് നമ്മൾ ലേണിനോ എങ്ങനെയാണ് സ്റ്റുഡൻസിനെ അസിസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ ലേണിനോ ആപ്പില് KTU BTech സ്റ്റുഡൻസിന് പ്രത്യേകിച്ച് 2019 സ്കീം സ്റ്റുഡൻസിന് വേണ്ടി നമ്മൾ ഒരു ട്യൂഷൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് S1 സബ്ജക്ട്സും S2 സബ്ജക്ട്സും. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാലോ, കുറച്ചുപേര് S1 പഠിക്കുന്ന സബ്ജക്ട്സ് വേറെ കുറച്ചുപേര് S2 ആയിരിക്കും പഠിക്കുക. അപ്പൊ ഈ S1 S2 കൂടെ 9 സബ്ജക്ട്സ്, ഓക്കെ 9 സബ്ജക്ട്സ്, വിച്ച് മീൻസ് നമ്മൾ S1 മാത്സ്, S2 മാത്സ്, അതേപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, എഞ്ചിനീയറിംഗ്, ഗ്രാഫിക്സ്, മെക്കാനിക്സ്, ബേസിക് സിവിൽ ആൻഡ് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, C പ്രോഗ്രാമിംഗ്, അങ്ങനെ 9 സബ്ജക്ട്സിന്റെയും റെക്കോർഡഡ് ട്യൂഷൻ അവൈലബിൾ ആണ്. ഓക്കെ, 9 സബ്ജക്റ്റിന്റെയും കൂടെ ഫീസ് എന്ന് പറയുന്നത് 9000 ആണ്. 1 ഇയർ വാലിഡിറ്റിയിലാണ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോഴത്തെ എക്സാമിനും ഇനി അടുത്ത വരാൻ പോകുന്ന S2 എക്സാമിനും ഒക്കെ ഇത് യൂസ്ഫുൾ ആയിരിക്കും. മോഡ്യൂൾ വൈസ് ആയിട്ടുള്ള ലെക്ചേഴ്സ് കംപ്ലീറ്റ് ഉണ്ട്. അതിന്റെയൊക്കെ PDF നോട്ട്സ് നമ്മൾ അതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് നമ്മൾ അതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിരിക്കും ഈ ഒരു കോഴ്സ്. അപ്പൊ ഈ ഒരു കോഴ്സ് എടുത്ത് പഠിക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് അതിനകത്ത് നിങ്ങൾക്ക് കോഴ്സ് എടുത്ത് പർച്ചേസ് ചെയ്യാം. ഇൻസ്റ്റാൾമെന്റ് ഫെസിലിറ്റിയും കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് പകുതി ഫീസ് ഇപ്പൊ അടച്ചിട്ട് 1 മന്ത് കഴിഞ്ഞിട്ട് ബാലൻസ് ഫീ അടച്ച് അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാം. ഓക്കെ, സോ ഇനി വരാൻ പോകുന്ന ഒരു ടൈമിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ പഠിക്കാനുള്ള ഒരു സ്റ്റഡി പ്ലാനും നമ്മുടെ കോഴ്സുമാണ് ഇന്ന് പറഞ്ഞു തന്നത്. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതേപോലെ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. നമ്മൾ കുറെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് നമ്മൾ ഫ്രീ ആയിട്ട് നമ്മുടെ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കി നിങ്ങൾക്ക് അതൊക്കെ കണ്ട് പഠിക്കാം. ഇനിയും നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. സോ അതുവരേക്കും സൈനിങ് ഓഫ്. താങ്ക് യു.